ഹലോ ജാൻസ്, ഞാനൊരു യാത്ര പോകാൻ വേണ്ടി പോവാണ്. ബിഫോർ ദാറ്റ് ക്യാമറ വർക്കിംഗ് ആണെന്ന് നോക്കിക്കോട്ടെ. എടുത്തു തരാനായിട്ട് ആരുമില്ല. ട്രൈപോഡ് വെച്ചിട്ട് ഞാൻ തന്നെ എടുക്കുവാണ്. ഹലോ ജാൻസ്, ഞാനൊരു യാത്ര പോകാൻ വേണ്ടി പോവാണ്. ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? പറ. തിരുവനന്തപുരം. എന്തിനമ്മ പോകുന്നത്? ജോലി കിട്ടി. എന്തോന്ന് ഉറക്കം പറ. ബാങ്കിൽ ജോലി കിട്ടിയിട്ട്. യെസ് ജാൻസ്, അങ്ങനെ ഫൈനലി എനിക്കൊരു ജോലി കിട്ടിയിരിക്കുന്നു. നമ്മുടെ ട്രിവാൻഡ്രം പട്ടം ആക്സിസ് എന്തോ കോമഡി ആയത്. സീരിയസ് ആകട്ടെ ജാൻസ്, എന്നെ യാത്രയാക്കാൻ വരാനായിട്ട് ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ഇന്ന് യാത്ര പോകുന്നത്. കൃഷ്ണയും അച്ഛനൊക്കെ വരാമെന്നും പറഞ്ഞിട്ടിരുന്ന, പക്ഷെ സമയമായപ്പം എല്ലാവരും വരുന്നില്ല തീരുമാനിച്ചു. അതുകൊണ്ട് രാവിലെ 5 മണിക്ക് പോകാനായിട്ടിരുന്ന ഞാൻ വൈകുന്നേരം 6 മണിയുടെ ട്രെയിനാണ് ഇപ്പൊ പോകുന്നത്. അമ്മ എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്നേ? പോകുന്നതിന്റെ വിഷമമാണോ? പിന്നെ ക്യാമറ കിട്ടുന്നുണ്ട്, അവിടെ പോയി നോക്കണം. വേണ്ട, കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എന്നെ രാഹുലും സൗരവും പിക്ക് ചെയ്യാൻ വേണ്ടി വരും. പിന്നെ നമ്മള് സത്യം പറഞ്ഞ രാവിലെ പോകാൻ വേണ്ടിയിട്ടിരുന്ന ആ സൗരവിനെ കഴിഞ്ഞ ഒരു 50 ദിവസമായിട്ട് നമ്മൾ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പൊ അതും കൂടെ കൊണ്ട് പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ വൈകുന്നേരത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തത്. അപ്പൊ എന്നെ യാത്രയാക്കാൻ വേണ്ടി അച്ഛനും സ്ഥലത്തില്ല. അച്ഛൻ വേറെ കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട് പോയി. അപ്പൊ 2 മിനിറ്റ് വീഡിയോയിൽ മുഖം കാണിക്കുകയും ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞ അച്ഛന് മീശയൊക്കെ വടിക്കണം, താടിയൊക്കെ ഒന്നും പറയും. ഞാൻ പറയും ഇതാണ് ഞാൻ സത്യം. അതുകൊണ്ടാണ് അച്ഛൻ എൻ്റെ കൂടെ വരാത്തത്. പിന്നെ അമ്മയെ മാത്രം പിടിച്ചു നിർത്തി. കൃഷ്ണ ഹൈ ഡിമാൻഡ് ആയിരുന്നു. പിന്നെ കാല് പിടിച്ചപ്പോ വന്നിരുന്നു. അമ്മൂമ്മയുടെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് അമ്മൂമ്മ പറഞ്ഞു എന്തിനെന്നെ കോലം കെട്ടി ഇരുത്തുവാണ്, അതുകൊണ്ട് അമ്മൂമ്മയും വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ അമ്മൂമ്മയ്ക്ക് വയ്യ ജാൻസ്, അമ്മൂമ്മയ്ക്ക് മുതുവേന എന്നൊക്കെ പറഞ്ഞു. അമ്മൂമ്മയ്ക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. സോ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഇന്റർവ്യൂ എടുക്കുന്നത് എങ്ങനെ? കാരണം ഞാൻ ഇത്രയും വലിയൊരു യാത്രയ്ക്ക് പോവല്ലേ, അല്ലേ അമ്മ? അതുകൊണ്ട് അവസാനം അമ്മ മാത്രം വരാമെന്ന് സമ്മതിച്ച്. പിന്നെ എന്റെ അവസ്ഥ കണ്ടിട്ട് കൃഷ്ണയും കൂടെ വന്നിപ്പോൾ ഇന്റർവ്യൂ എടുക്കാൻ നിൽക്കുന്നു. അപ്പൊ ജാൻസ്, എന്തിനാണ് ആക്ച്വലി ജോലിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ എന്തിനാ ഞാൻ ഈ ജോലിക്ക് വന്നത്? എന്തിനാ പറഞ്ഞു കൊടുക്കും. യൂട്യൂബ് ചെയ്യാൻ വേണ്ടി. യൂട്യൂബ് ചെയ്യാൻ വേണ്ടി ബാങ്കിൽ ജോലിക്ക് പോകുന്ന ആദ്യത്തെ ഒരു ഉദ്യോഗസ്ഥയാണ് ഞാൻ. എന്തിന് യൂട്യൂബ് ചെയ്യാൻ വേണ്ടി? പറ. മൈക്കുണ്ടല്ലോ കയ്യിൽ, പറ. യൂട്യൂബ് വീഡിയോ എടുക്കാൻ വേണ്ടി. ഫോർവേഡ് കണ്ടന്റിന് വേണ്ടി. കണ്ടന്റിന് ബാങ്കിൽ ചെന്നാൽ കണ്ടന്റ് കിട്ടത്തില്ല, അത് പൈസക്ക് സാലറിക്ക്. അപ്പം ഒഫീഷ്യലായിട്ട് എന്റെ വീട്ടുകാർ എന്നേക്കുമായിട്ട് യൂട്യൂബ് വ്ലോഗ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ലൈഫ് അങ്ങനെ വ്ലോഗിലൂടെ കണ്ടിന്യൂ ചെയ്തോളാനായിട്ട് എനിക്ക് പെർമിഷൻ തന്നു. ഒരു 4 വർഷം ഞാൻ ട്രിവാൻഡ്രത്ത് പല പല കോഴ്സുകൾ മാറ്റി പഠിച്ചു. 3 വർഷം മാറ്റി പഠിച്ചു. 2 അല്ല, ഞാൻ 2022 കണ്ടു മതി. ഇപ്പൊ 2025 ഇത്ര നാളെ ഞാൻ ട്രിവാൻഡ്രത്ത് പോയതാ. പല പല കോഴ്സുകൾ ഞാൻ മാറി പഠിച്ചു. പക്ഷെ അന്നൊക്കെ എനിക്ക് യൂട്യൂബും വ്ളോഗിംഗ് ആയിരുന്നു താല്പര്യം. പക്ഷെ എന്റെ ഫാമിലി ഒട്ടും അതിനോട് കൺവിൻസിങ് അല്ലായിരുന്നു. അല്ലായിരുന്നു. ഇപ്പോഴും വലിയ താല്പര്യമൊക്കെ അല്ല. ഞങ്ങളെ കൊണ്ടുപോയിട്ടുള്ള ഓട്ടോ ഊബർ എന്ന് പറഞ്ഞാൽ മതി. അപ്പം ഓട്ടോയിലാണ് റെയിൽവേ സ്റ്റേഷൻ വരെ പോകുന്നത്. അപ്പൊ ഞാൻ പോകുന്ന ചാൻസ്. അപ്പം വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസയൊക്കെ എനിക്ക് ഇനി ആവശ്യമുണ്ട്. എത്ര ചേട്ടാ ഇപ്പം വരാവേ? ചേട്ടാ പറയട്ടെ. ചേട്ടാ ഇപ്പം വരാവേ? 1 മിനിറ്റ്. ശരി. അപ്പം എത്ര നാളെന്നും പറഞ്ഞിട്ടാണ് ഞാൻ എന്റെ മനസ്സിലുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈ കണ്ടന്റ് ഒക്കെയാണ് എനിക്ക് ഇറക്കണം എന്ന് ആഗ്രഹം. എത്ര രൂപ ബഡ്ജറ്റാ കൃഷ്ണ? പറ. 50,000. അമ്മ പറ. ഒരു വീഡിയോക്കാണ് 50,000 പറഞ്ഞു. എന്നാലും നമുക്കൊരു സിംഗിൾ വീഡിയോ എടുക്കുന്നതിന് തന്നെ നമുക്ക് വീഡിയോയുടെ ബഡ്ജറ്റ് കേട്ടായിരുന്നു. നമുക്ക് സിംഗിൾ വീഡിയോ എടുക്കണേ തന്നെ നമുക്ക് ഏകദേശം ഒരു 2,000 രൂപയെങ്കിലും എനിക്ക് ആവുന്നുണ്ട് ജാൻസ്. അപ്പം എത്ര നാളെന്നും പറഞ്ഞാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ പൈസ മേടിച്ച് വീഡിയോ ചെയ്യുന്നത്. പിന്നെ എനിക്കും തരണമല്ലോ. അതെ, പോക്കറ്റ് മണി. അപ്പൊ അതുകൊണ്ട് ഐ ഡിസൈഡ് നമുക്കൊരു ജോലിക്ക് പോകുന്ന തീരുമാനിച്ചു. ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം അറ്റൻഡ് ചെയ്തെല്ലാം ക്ലിയർ ചെയ്ത് നാളെ രാവിലെ 9 മണിക്കാണ് എനിക്ക് അവിടെ ജോയിൻ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടുന്ന് ഇറങ്ങുന്നത് തൊട്ട് അവിടെ ചെന്ന് ഹോസ്റ്റലിൽ, പുതിയ ഹോസ്റ്റലാണ് കേട്ടോ ബൈ ദ വേ, ആർദ്ര മച്ചാൻ താമസിക്കുന്ന ഹോസ്റ്റലിൽ ഒരു ബെഡ് എന്തായാലും എനിക്ക് വേണ്ടി ദൈവം അവിടെ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു, റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ വല്ലപ്പോഴേക്ക് എന്നെ കാണാനായിട്ട് ഇടയ്ക്ക് അങ്ങോട്ട് പോവാം. അധികം വൈകി കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണിക്കത്തെ ട്രെയിനും മിസ്സാവും. രാവിലെ 9 മണിക്കാണ് ജോയിൻ ചെയ്യേണ്ടത്. രാവിലെ 9 മണിക്ക് 8:55 ആകുമ്പോൾ ബാങ്കിൽ എത്തണം. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പൊ ഇനി ബാക്കി പോകുന്ന വഴിക്ക് നമുക്ക് കാണാം. എന്തെങ്കിലും പെട്ടെന്ന് പറയാനുണ്ട് വേഗം പറഞ്ഞു. ഒന്നും പറയാനില്ല, പോയിട്ട് നന്നായിട്ട്. താങ്ക് യു. സന്തോഷമാണ് എനിക്ക് ജോലി കിട്ടിയ മതി. അതിനെപ്പറ്റി 2 വാക്ക് പറ. അവരത് കേൾക്കാൻ കാത്തിരിക്കുവോ? പറ. എന്ത് പറയും? എന്തെങ്കിലും പറയുമ്പോ അമ്മയ്ക്ക് എതിരായിരുന്നു കേട്ടോ യൂട്യൂബിന്. ഇപ്പോഴാണൊന്ന് സമ്മതിച്ചു വന്നത്. ബിക്കോസ് എന്താണ് യൂട്യൂബ് എതിർക്കാണ്ടുണ്ടായ മെയിൻ കാര്യം എന്താന്ന് പറ. യൂട്യൂബ് വിജയിക്കുമോ? ഇവക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ. പൊടി
അല്ല, എനിക്ക് മെയിൻ ആയിട്ട് ഞാൻ 4 വർഷം ഇതിനകത്ത് ഇത്രയും പ്രയത്നിച്ചിട്ടും എനിക്ക് സാലറി ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പൊ അതുകൂടെ കൊണ്ട് ഇവർക്കൊട്ടും കൺവിൻസിങ് അല്ല ഞാൻ യൂട്യൂബ് ചെയ്ത് എന്ന് അതിനകത്തുനിന്ന് പൈസ ജനറേറ്റ് ചെയ്യും, എനിക്ക് എന്ന് നല്ല സോഴ്സ് ഓഫ് ഇൻകം കിട്ടും, എന്ന് നമുക്കത് നമ്മുടെ ഫുൾ ലൈഫ് ലോങ് നമുക്കതൊരു കരിയർ ആക്കി മാറ്റാനായിട്ട് പറ്റൂല്ലോ. അതിന്റെ ഒരു റിസ്ക് അമ്മയ്ക്ക് ട്രെയിൻ ഫോൺ. അപ്പൊ അതിന്റെ ഒരു റിസ്ക് അമ്മയ്ക്ക് പേടിയാണ്ടല്ലായിരുന്നു അമ്മ സമ്മതിക്കായിരുന്നു. തുറന്ന് പറ പ്ലീസ്. ആണ് പേടിയായതുകൊണ്ട് യൂട്യൂബിൽ നിന്ന് പോകുന്നു, ബാൻ ചെയ്യുന്നുള്ള പേടി. വിജയിക്കുമോ എന്നുള്ള അതെ, ടിക്ടോക്ക് ബാൻ ചെയ്തു. വിജയിക്കുമോ എന്നുള്ള പേടിയുണ്ട്. യൂട്യൂബ് എങ്ങനെ ബാൻ ചെയ്താ തീർന്നു. ബാൻ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പോട്ടെ. നിനക്കെന്താ പറഞ്ഞിട്ടുള്ളത്? നീ 2 വാക്ക് പറ. നന്ദി, നമസ്കാരം. മര്യാദക്ക് പറഞ്ഞോ. ഞാനിപ്പോ എന്ത് പറയാൻ എന്റെ 2 വായിക്കുണ്ട്. പറ. ജന്മത്തച്ഛ സമ്മതിക്കുന്നു കരുതിയായിരുന്നോ? ഇല്ല. ഇന്റർവ്യൂവിന് പോയപ്പോൾ ഞങ്ങൾ പറഞ്ഞ പോവൊന്നും വേണ്ട, പോയിട്ട് കാര്യം സമ്മതിക്കത്തില്ലെന്ന്. കാരണം അച്ഛൻ എന്നെ ഇപ്പോഴും ഒരു IAS IPS ഓഫീസറായിട്ട് മാത്രമേ മനസ്സിൽ കാണാൻ പറ്റുന്നുള്ളൂ. അച്ഛന്റെ മനസ്സിൽ ഞാൻ അങ്ങനെയാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പൊ എങ്ങനെയൊക്കെയോ 4-5 വർഷത്തിന് ശേഷം യൂട്യൂബ് സമ്മതിച്ചെന്നേ ഉള്ളൂ. എന്നാണേലും നോക്കാം. ആദ്യമായിട്ടാണ് ലോകത്തിൽ ഒരാൾ യൂട്യൂബ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്ത് ജോലിക്ക് പോകുന്നത്. മൈൻഡ് ഇറ്റ്. ഡു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ബൈ. ഇനി നമുക്ക് പോകുന്ന വഴിക്കാണ്. വീട്ടിൽ നിന്ന് എല്ലാവരും അനുഗ്രഹം മേടിച്ച് ഞാൻ ഇറങ്ങുവാണ്. മാക്സിമം അച്ഛനെ അമ്മൂമ്മേനും വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചാണ്. പക്ഷെ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഓരോരോ തിരക്ക് കാരണം അവർക്കാർക്കും വീഡിയോയിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റിയില്ല. ഇതിനു മുന്നേ ഞാനൊരു 100-500 വട്ടം വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞ് ട്രിവാൻഡ്രത്തേക്ക് പോയിട്ടുണ്ടെങ്കിലും അത് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയിരുന്നത്. അപ്പോഴൊക്കെ എനിക്ക് വീട് വിട്ട് മാറി നിൽക്കുന്നതിനകത്ത് ചെറിയ സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ 1% പോലും സങ്കടം ഇല്ലാണ്ട് നല്ല അടിപൊളി ഹാപ്പിയും എക്സൈറ്റഡും ആയിട്ടാണ് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ യാത്ര പറഞ്ഞിറങ്ങുന്നത്. സാധാരണ ഇറങ്ങുന്ന ടൈമിൽ എനിക്ക് ചെറുതായിട്ട് കണ്ണൊക്കെ നിറയാറുള്ളത്. ഇതെനിക്കങ്ങ് അവിടെ ഒന്ന് എത്തിയാൽ മതി എന്നുള്ളൊരു ഫീൽ ആയിരുന്നു. എന്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള ഒരു നാടാണ് ട്രിവാൻഡ്രം. പിന്നെ ജോലിക്കല്ലേ പോകുന്നത്, പോയി കഴിയുമ്പോൾ കിട്ടുന്ന സാലറി കൊണ്ട് നമ്മൾ യൂട്യൂബിൽ നല്ല അടിപൊളി കിടിലൻ വീഡിയോസിന് നമ്മളുടെ ചാനലിൽ വരുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം, എക്സൈറ്റ്മെന്റ്, എനിക്കെല്ലാം കൊണ്ടും മൊത്തത്തിൽ ഒരു ഹാപ്പി ഫീലിംഗ് ആയിരുന്നു ഇറങ്ങാൻ നേരം. കാറും ബൈക്കും സ്കൂട്ടറും സൈക്കിളും എല്ലാം വീട്ടിലുണ്ടെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ ഓട്ടോ പിടിച്ചാണ് പുറത്തോട്ട് പോവാറ്. അപ്പൊ അമ്മയുടെ 100 രൂപയുടെ ബാഗിനകത്താണ് ഞാൻ തലാണയും സംഭവ സാമഗ്രികളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് പോകുന്നത്. അന്ന് ഈ ബാഗ് വാങ്ങിച്ചപ്പോൾ ഞാൻ അമ്മേനെ കളിയാക്കി. പക്ഷെ ഇതിന് ഇത്ര ഉപയോഗം കൊണ്ട് നിന്നാ മനസ്സിലായത്. ഏകദേശം 10-15 പെട്ടിയാണ് ഒറ്റയ്ക്ക് പൊക്കിക്കൊണ്ട് പോകുന്നത്. ഞാൻ ഈ വഴി കൂടെ പോകുന്നു. ഈ വഴി കൂടെ ഇപ്പൊ ഐശ്വര്യമായതുകൊണ്ട് നമ്മൾ ഈ വഴി കൂടെ പോകുന്നത്. അപ്പുറത്ത് ഗേറ്റ് ഉണ്ട്, എന്നാലും നമ്മൾ ഷോർട്ട് കട്ട് വഴിയേ പോകത്തുള്ളൂ. വന്നിട്ട് വെക്കാം. അയ്യോ, ഞാൻ പ്രാർത്ഥിക്കാൻ മറന്നു. കുഴപ്പമില്ല, തിരിച്ചു കയറാനും പറ്റത്തില്ല. വേണ്ട, വണ്ടി പോയി കയറി. ബൈ അമ്മ, ബൈ, ടേക്ക് കെയർ. തോർത്തി തുറന്നാൽ മതി. പോന്നേ, ടാറ്റ. അമ്മ തിരിച്ചു പോക്കാം, അകത്തോട്ട് പോക്കോ. ബൈ ജാൻസ്, ബൈ വീടേ. ഇതാണ് എൻ്റെ ബ്യൂട്ടിഫുൾ ഹൗസ്. ബാക്കി ഓട്ടോ കിടക്കുന്നവർ ഇപ്പം കാണാൻ പറ്റുന്നില്ല. ചേട്ടാ പോവാം. അയ്യോ, അവിടെ എൻ്റെ അമ്മേനെ കാണുന്നില്ല. തുറക്കടിയത്. ആ, അമ്മയോടെ 4 ബാഗ്. 1, 2, 3, 4. ആ കൃഷ്ണ, ആ കൊളാബിന്റെ സംഭവം അതിനകത്ത് വെച്ചിട്ടുണ്ടല്ലോ. അമ്മ ബൈ. കാല് മാറി നിൽക്കി, കാല് മാറ്റ്. ബൈ 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 അമ്മ. അടുത്ത ഞായറാഴ്ച വരാൻ പറ്റുവാണെങ്കിൽ ബൈ. ശരി. കാല് മാറ്റി. ചേട്ടാ പൊക്കോ. കൃഷ്ണ വവ്വാല് തൂങ്ങി കിടക്കുന്ന. എന്റെ വീട് ആക്ച്വലി ഇരിക്കുന്നത് നല്ലൊരു പ്രൈം ലൊക്കേഷനിലാണ് കേട്ടോ. ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും ബീച്ചും മുല്ലക്കൽ അമ്പലവും ചെറപ്പ് നടക്കുന്ന സ്ഥലവും കുട്ടനാടും ചേർത്തലയും എല്ലാം പെട്ടെന്ന് അക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനിലാണ് നമ്മുടെ വീട് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇതേ റെയിൽവേ സ്റ്റേഷനിലെത്തി. പണ്ട് ഞാൻ ട്രിവാൻഡ്രത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണെങ്കിൽ ഇപ്പതേ ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്താണെങ്കിലും അമ്മയാണ് എനിക്ക് ബാഗ് പാക്ക് ചെയ്ത് തന്നുകൊണ്ടിരുന്നത്. ബക്കറ്റും തലാണയും വരെ എടുത്ത് ബാഗിനകത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചതല്ലേ എനിക്ക് കൃഷ്ണ ട്രെയിനകത്ത് സേഫ് ആയിട്ട് കയറ്റി വെച്ചിരും. പക്ഷെ അവിടെ ചെന്നിട്ട് ഇതെല്ലാം കൂടെ വലിച്ചിറക്കി ഒരു ഓട്ടോ കയറി ഹോസ്റ്റലിലേക്ക് പോകുന്ന ഒരു ഇത്തിരി ചടങ്ങായതുകൊണ്ട് രാഹുലിന്റെ അടുത്ത് സൗരവിന്റെ അടുത്ത് ഞാൻ രാത്രി വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവരെന്നെ പിക്ക് ചെയ്ത് സേഫ് ആയിട്ട് ഹോസ്റ്റലിൽ എത്തിച്ചോളും. ഇന്നത്തെ ദിവസം നല്ല കനത്ത മഴ ഉണ്ടായിരുന്നതുകൊണ്ട് ട്രെയിൻ എല്ലാം ഇത്തിരി ലേറ്റ് ആയിട്ടാണ് ഓടിക്കൊണ്ടിരുന്നത്. എനിക്ക് എന്തായാലും ട്രിവാൻഡ്രത്തൊരു എന്റെ ഒരു കാൽക്കുലേഷൻ പ്രകാരം എനിക്കൊരു 9 മണിക്ക് അവിടെ എത്തിയാൽ മതി. ഈ ട്രെയിൻ വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോൾ ആലപ്പുഴ എത്തുമെന്നാണ് കാണിച്ചിരിക്കുന്നത്. 5 മണിക്ക് കയറിയാലും ഞാൻ എന്തായാലും ഒരു 9 മണി 8:30 ആകുമ്പോൾ അവിടെ എത്തും. അതുകൊണ്ട് ഞാൻ പിന്നെ ലേറ്റ് ആണെങ്കിലും ഈ ട്രെയിൻ തന്നെ ചൂസ് ചെയ്യാന്ന് വെച്ചു. എല്ലാ ട്രെയിനും ലേറ്റ് ആണല്ലോ. അത് മാത്രമല്ല ഇന്നത്തെ ദിവസം വൈകുന്നേരം ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന എല്ലാ ട്രെയിനുകളിലും വെച്ച് നോക്കുമ്പോൾ ആദ്യം എടുക്കുന്ന ട്രെയിൻ ഇതായിരുന്നു. അതായത് ആദ്യമേ ആലപ്പുഴ സ്റ്റേഷൻ എത്തിയിട്ട് അവിടുന്ന് വിടുന്ന ട്രെയിൻ ഇതായിരുന്നു. അതാണ് പിന്നെ ഇതിനകത്ത് ചടി കയറിയത്. യാത്ര ആക്കാനായിട്ട് ഉണ്ണിയാണം വരത്തില്ലെന്നായിരുന്നു ആദ്യമേ പറഞ്ഞു വെച്ചിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് പിന്നെ ഓട്ടോ കയറി പോകുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വരത്തുള്ളായിരുന്നു. നേരത്തെ വരുമ്പോൾ എനിക്കൊരു ഇൻഫർമേഷനും ഇല്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ 10-250 രൂപ മുടക്കി ഓട്ടോയ്ക്ക് എന്തായാലും ഇവിടം വരെ വരത്തില്ലായിരുന്നു. സർപ്രൈസ് എൻട്രി ആയിരുന്നു. എനിക്ക് കൃഷ്ണയ്ക്ക് നല്ല സന്തോഷമായി. കൃഷ്ണയ്ക്ക് ഇനി തിരിച്ച് ഒറ്റയ്ക്ക് വീട്ടിൽ പോകണ്ടല്ലോ, തിരിച്ചിനി അണ്ണന്റെ കൂടെ അങ്ങ് പോയാൽ മതിയല്ലോ. വന്ന ഉടനെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് ഞാൻ അണ്ണന്റെ കൊടുത്ത്. അതാകുമ്പോൾ 10 രൂപയുടെ കാര്യമേ ഉള്ളൂ. അഥവാ നമ്മുടെ ഈ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലെങ്കിൽ ഒരു 750 രൂപ സ്പോട്ടിൽ
നമുക്ക് ഫൈൻ അടിച്ചു. എന്തെങ്കിലും ട്രെയിനകത്തിരിക്കുമ്പോൾ കഴിക്കാൻ വാങ്ങിച്ചാരാടി എന്നും പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് ഒരു കടയുടെ അങ്ങോട്ട് പോയി. എന്നിട്ട് ആരും കാണാത്ത രീതിയിൽ എന്റെ കയ്യിലോട്ട് കുറച്ച് പോക്കറ്റ് മണി എനിക്ക് ക്യാഷ് ആയിട്ട് തന്നു കേട്ടോ. പക്ഷെ കൃഷ്ണ അത് പുറകിൽ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ആരും കാണാതിരിക്കാണ്ടാണ് മാറ്റി നിർത്തിയിട്ട് തിരിച്ചു നിർത്തി തന്നത്. ഇപ്പൊ എന്തായാലും നാട് മൊത്തം കണ്ടിട്ടുണ്ട്. എത്ര നല്ല നല്ല സമ്പ്രദായങ്ങൾ. ക്യാമറമാൻ കൃഷ്ണയോടൊപ്പം ദേവി പ്രസീത വ്ളോഗ്സ്. മാങ്ങ ഉപ്പിലിട്ടത്, നെല്ലിക്ക ഉപ്പിലിട്ടത്, എരിവുള്ളത്, പുളിയുള്ള ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമാണെന്ന് അണ്ണൻ അറിയാം. അപ്പൊ എന്തെങ്കിലും എടുത്തോളം പറഞ്ഞപ്പോ ഞാൻ നേരെ ആദ്യമേ കയറി ഉപ്പിലിട്ട ഐറ്റവും ചെമ്മീൻ അച്ചാറിലേക്കൊക്കെയാണ് തൊട്ടത്. ഇതെല്ലാം കൂടെ മേടിച്ച് തന്നിട്ട് അവസാനം വയറിളക്കം പിടിച്ച് ജോലിക്ക് പോകാതെ ഹോസ്റ്റലിൽ തന്നെ ഇരിക്കുന്നൊരു പേടി നമുക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. എങ്കിലും ഒരു ഉപ്പിലിട്ട മാങ്ങയും ഒരു അച്ചാറും നമ്മൾ എടുത്തു. അത്ര നേരം കാലാവസ്ഥയ്ക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ അങ്ങോട്ട് ട്രെയിൻ കയറാൻ നേരത്ത് ഒരു പെരുമഴ അങ്ങോട്ട് പെയ്ത് ദേഹം മൊത്തം നനഞ്ഞു കുളിച്ചു. നമ്മളുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എത്തുന്നവരെ ട്രെയിൻ നല്ല അടിപൊളി പെർഫോമൻസിലായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. ഓൺ ടൈം ആയിരുന്നു. 8:50 ട്രിവാൻഡ്രം എത്തുമെന്നാണ് നമ്മളുടെ വേരീസ് മൈ ട്രെയിൻ ആപ്ലിക്കേഷനകത്ത് കാണിച്ചിരുന്നത്. ഒരു 7:30 ആയപ്പോൾ തന്നെ നമ്മൾ കൊല്ലം എത്തുകയും ചെയ്തു. കൊല്ലത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്കാണെങ്കിൽ ഏകദേശം 1 മണിക്കൂറിന്റെ യാത്രയേ ഉള്ളൂ. അരമണിക്കൂർ എന്നുള്ളത് 1 മണിക്കൂറായി, 1 എന്നുള്ളത് 2ആയി, 2 എന്നുള്ളത് 3ആയി. അങ്ങനെ സമയം നീണ്ടിട്ടും ട്രെയിൻ എടുക്കാതിരുന്നപ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലായത്. കനത്ത മഴയെ തുടർന്ന് ഏതോ മരം മറിഞ്ഞ് കൊല്ലത്തുള്ള ട്രാക്കിലേക്ക് വീണിട്ടുണ്ട്. ഇനി മരമൊക്കെ വെട്ടി മാറ്റിയിട്ട് പതുക്കെ ട്രെയിൻ സർവീസ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. 8:40 ട്രിവാൻഡ്രത്ത് എത്തേണ്ട ഞാൻ ഇപ്പം മണി 2ആയി. ട്രെയിനിലിരുന്ന പകുതി മുക്കാലും പേരും കൊല്ലത്തിറങ്ങി ബസ് കയറിപ്പോയി ട്രിവാൻഡ്രത്തേക്ക്. വിശന്നിട്ടാണെങ്കിൽ വയറുവേന എടുക്കാനും തുടങ്ങി. ഉച്ചയ്ക്ക് ആകെ ഒരു ഇത്തിരി പോലും ചോറ് കഴിച്ചത്. കാവടി തുള്ളി സന്തോഷിച്ച് ട്രിവാൻഡ്രത്തേക്ക് പോയത് ഒരു 1.5 മറക്കാൻ പറ്റാത്ത യാത്രയായിരുന്നു. അങ്ങനെ ഒരു 1 മണിയപ്പോ കൊല്ലത്ത് നിന്ന് എടുത്ത് ഒരു 2 മണിയപ്പത്തേ നമ്മൾ തമ്പാനൂര് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എനിക്ക് സഹതാപം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കിപ്പോ ഇവരുടെ കാര്യം ഓർക്കുമ്പോൾ ചിരിയാ വരുന്നത്. ഞാൻ 8:30 എത്തും എന്നും പറഞ്ഞ് 7:30 തൊട്ട് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് രണ്ടുപേരും കൂടെ കാത്തിരിക്കുവാ. ഞാൻ എത്തിയപ്പോ മണി 2ആയി. നിങ്ങൾ എന്തിനാ അവിടെ പോയി നിന്ന്? എന്റെ പൊന്നോ, ഡ്രൈവർ സീറ്റിന് അങ്ങോട്ട് പോവരുതെന്നാ പറഞ്ഞത്. നീ കേട്ടോ, ചേട്ടന്റെ അടുത്തല്ലേ പറഞ്ഞ, നീ കേട്ടോ. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങോട്ട് വന്നിട്ട് ലഗേജ് ഒന്നും എടുത്തിട്ടില്ല. ഇതിനകത്തിരിക്കും, എടുത്തിട്ടോ. ആ കേറും. എടാ വേഗം കേറണം, ട്രെയിൻ അവര് മാറ്റി അങ്ങോട്ട് പാർക്ക് ചെയ്യും. എടാ വന്നത് ഞാൻ, എന്നിട്ട് ഇപ്പൊ നിങ്ങൾ ഇറങ്ങുന്ന സീനാ എടുത്തിരിക്കുന്നത്. ഇങ്ങോട്ട് വാടാ. നീ ആ കൊച്ചിനൊന്ന് എനിക്ക് വിളിക്കണം, ഞാനൊന്ന് വിളിക്കട്ടെ. ആ കുട്ടിയാരാന്നല്ലേ. ലേറ്റ് ആവുന്നുള്ള കാര്യം ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാർഡനെ വിളിച്ചു. ഒന്നാമതേ പുതിയ ഹോസ്റ്റലിലാണ് ഇപ്പൊ സ്റ്റേ ചെയ്യുന്നത്. നമ്മുടെ ആർദ്രമച്ചാൻ ഈ ഹോസ്റ്റൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഹോസ്റ്റലേയും പ്രിഫർ ചെയ്തത്. ലേറ്റ് ആവുന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് വാർഡനെ വിളിച്ചപ്പോഴാണ് ഞാനാ സത്യം പറഞ്ഞത്. ഈ ട്രെയിനിൽ വേറൊരു കുട്ടിയും നമ്മളുടെ അതേ ഹോസ്റ്റലിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ഞാൻ ആ ഹോസ്റ്റലിൽ ആദ്യമായിട്ടായതുകൊണ്ടും ആ ഹോസ്റ്റലിലുള്ള ആർദ്രനെ അല്ലാണ്ട് വേറെ ആരും എനിക്ക് പരിചയമില്ലാത്തത് കൊണ്ടും ഈ കുട്ടി ആരാണെന്നോ എന്താണെന്നോ കുട്ടിയുടെ മുഖം എന്താണോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ വാർഡൻ എനിക്ക് ഈ കുട്ടിയുടെ നമ്പർ തന്ന് നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ഫോണിൽ കൂടെ പരിചയപ്പെട്ട് എന്നിട്ട് ഇവളെയും കൂടെ വിളിച്ചോണ്ട് വരണം എന്നുള്ളതായിരുന്നു എന്റെ ടാസ്ക്. റെയിൽവേ സ്റ്റേഷന്റെ പുറത്തിറങ്ങി ഇവളെയും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ പിന്നെ ഫുഡ് കഴിക്കാൻ പോയതും നേരെ ഹോസ്റ്റലിലേക്ക് പോയത്. അത് പറഞ്ഞപ്പോഴാ നീ 2 ദിവസം മിസ്സിംഗ് ആയിരുന്നല്ലോ. എവിടെ ആയിരുന്നു? ഔട്ട് ഓഫ് സ്റ്റേഷൻ. ഔട്ട് ഓഫ് സ്റ്റേഷനാ? പിന്നെ ഒരു കാര്യം പറയട്ടെ. നാളെ രാവിലെ 7 മണിയാകുമ്പോ 7:30 ആകുമ്പോ ഹോസ്റ്റലിൽ നിന്ന് ഒന്ന് പിക്ക് ചെയ്യോ? ഈ കാറിൽ വേണം വരാനായിട്ട്. പക്ഷെ ഞാൻ ഒഫീഷ്യലി ബ്രോക്ക് ആണ്. ബ്രോക്ക്? യു മീൻ ഹാർട്ട് ബ്രോക്ക്? പൈസ. ഓ, അതിന് അത് ഇതായിട്ട് എന്ത് ബന്ധം? വണ്ടി ഓടണമെങ്കിൽ ഓക്കെ ഐ വിൽ ഗിവ് യു സം മണി. നീ അത് വെച്ചിട്ട് ഡീസൽ അടിച്ചിട്ട് നാളെ. റിയലി? യാ. ഓക്കെ. 200 രൂപ വരുന്നതിനകത്ത് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. 200 രൂപ മണാലി ട്രിപ്പും. അവിടെ എത്തിയ സമയത്ത് ഏകദേശം എല്ലാ കടകളും അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പാതിരാത്രിക്ക് ഞാനിപ്പോ എവിടെ പോയി ഫുഡ് കഴിക്കാനാ? പിന്നെ റെയിൽവേ സ്റ്റേഷൻ തന്നെ വാതിക്കയിലുള്ള ഒരു കടയിൽ നിന്ന് കിട്ടിയതെല്ലാം മേടിച്ച് കഴിച്ചിട്ട് നേരെ ഒരു ഓട്ടോ പിടിച്ച് ഹോസ്റ്റലിലേക്ക് പോകുന്നങ്ങ് തീരുമാനിച്ച്. കുറിച്ച് 2 വാക്ക് പറയും. ഞാനത് ഇന്നേവരെ കുടിച്ചിട്ടില്ല. എന്റെ ഫേസ് ഒക്കെ തൊട്ട് സെറ്റാക്കി വെച്ചോണം, ഇല്ല ആ ക്ലിപ്പ് ഞാൻ ഡിലീറ്റ് ചെയ്യും. ഇത് ഞാൻ ഇന്നേവരെ കുടിച്ചിട്ടില്ല. ജാൻസ് കുടിച്ചു നോക്കൂ. ജാൻസ് എനിക്ക് തൊണ്ടവേന വരും. തണുത്തത് നോ 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 നോ. ഞാൻ ഫുള്ള് കട്ടാണ്, ഷുഗർ കട്ടുമാണ്, തണുത്തോളം കുടിക്കും. പഞ്ചസാര കഴിക്കത്തില്ല. എനിക്ക് ജോബ് കിട്ടിയ കാര്യം ഒന്നും ഞാൻ സൗരവിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ എന്നെ ഫസ്റ്റ് ഡേ ഇന്റർവ്യൂവിന് എന്നെ കൊണ്ടുപോയതെല്ലാം സൗരവായിരുന്നു. ഇടയ്ക്ക് അവൻ ഒരു വട്ടം എന്റെ അടുത്ത് എന്തായി അപ്ഡേറ്റ്സ്, ജോലി കിട്ടിയില്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ കിട്ടിയില്ല എന്നാ പറഞ്ഞത്. ഇന്നിപ്പോ ട്രിവാൻഡ്രത്ത് ട്രെയിൻ ഇറങ്ങിയിട്ട് സർപ്രൈസ് ആയിട്ട് അവതരിപ്പിക്കാന്നായിരുന്നു എന്റെ ഒരു പ്ലാൻ. പക്ഷേ ഈ രാത്രി 2:30-3 മണിക്ക് എനിക്കിത് പറഞ്ഞ് അവന്റെ റിയാക്ഷൻ എന്താണെങ്കിലും വലിയ ഗംഭീരമായിരിക്കത്തില്ല. ചിലപ്പോൾ എല്ലാവരും ഒരു ഉറക്കപ്പിച്ച് മൈൻഡിൽ നിൽക്കണം. എല്ലാവർക്കും ഒന്ന് ചെന്ന് കിടന്ന് ഉറങ്ങിയാൽ മാത്രം മതി. അതുകൊണ്ട് ഞാൻ അവന്റെ അടുത്ത് ഇപ്പോൾ ഇവിടെ വന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്, നാളെ എനിക്കൊരു കൊളാബ് ഷൂട്ട് ഉണ്ട് ട്രിവാൻഡ്രത്ത്.
ഓർത്ത് രാവിലെ എന്നെ പിക്ക് ചെയ്ത് കാറിൽ കൊളാബ് നടക്കുന്ന സ്ഥലത്തോണ്ടാക്കണം, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നതാണ് പറഞ്ഞത്. അങ്ങനെ ഞാനും നമ്മളുടെ കുട്ടിയും കൂടെ ഒരു പ്രീപെയ്ഡ് ഓട്ടോ പിടിച്ച് നേരെ ഹോസ്റ്റലിലേക്ക് പോവാം. അവൾ ഓൾറെഡി അവിടെ സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് അവൾക്ക് വഴി അറിയാവുന്നതുകൊണ്ട് രക്ഷപ്പെട്ട്. ആർദ്രയ്ക്ക് ഒരു എക്സാം ഉള്ളതുകൊണ്ട് അവൾ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് കായംകുളത്ത് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് എന്റെ റൂമിൽ ഞാൻ ഒറ്റയ്ക്കാണ്. നാളെ ഡീറ്റെയിൽ ആയിട്ടുള്ള റൂം ടൂറും ബാക്കി നമുക്ക് സൗരവിന്റെ അടുത്ത് പറയുന്ന അവന്റെ റിയാക്ഷനും, പിന്നെ നാളെയാണ് നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്ന ഡേ, ഫസ്റ്റ് ഡേ ഇൻ ബാങ്ക്. അപ്പൊ അതെല്ലാം നമ്മുടെ നാളത്തെ വീഡിയോയിൽ വരുന്നതായിരിക്കും. നാളത്തെ ദിവസം എത്താൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കണ്ട. സോ ലവ് യു ഓൾ, ബൈ, ടേക്ക് കെയർ.